ഹലോ ഗായ്സ്, എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ എൻ്റെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു 5-6 കൊല്ലങ്ങളായിട്ട് ഞാൻ ഈ ഫ്രഞ്ച് ബ്രെയ്ഡ്, അതും സെൽഫായിട്ട് എങ്ങനെ ഫ്രഞ്ച് ബ്രെയ്ഡ് ചെയ്യണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് നടക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. 5 കൊല്ലം ഞാനിങ്ങനെ ട്രൈ ചെയ്തിട്ട് പോലും സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഇടയ്ക്ക് ഇന്നലെ മിനിഞ്ഞാന്നായിട്ട് ഞാൻ നമ്മുടെ പേളിമാണിയുടെ മകൾ നീലയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടത്. അപ്പം വീഡിയോയിൽ നീളയ്ക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഒന്നുകൂടി ഒരു ആഗ്രഹം വന്നു, ഒന്ന് ഫ്രഞ്ച് ബ്രെയ്ഡ് സെൽഫായിട്ട് ചെയ്യാൻ. എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായില്ല. പക്ഷെ ഞാൻ കുറേ ട്യൂട്ടോറിയൽസ് അങ്ങനെ എടുത്തു, അമേരിക്കക്കാരുടെ എടുത്തു, അങ്ങനെ ഇന്ത്യൻസിൻ്റെ മീൻസ് വേറെ രാജ്യക്കാരെയൊക്കെ എടുത്തു. പക്ഷേ അവസാനം ഞാൻ മുന്നേ ഫ്രഞ്ച് ബ്രെയ്ഡ് മലയാളക്കാരുടെ ആരെങ്കിലും നോക്കാമെന്ന് പറഞ്ഞിട്ട് അതെടുത്തു. അതിനെടുത്തപ്പോൾ ഒരു ചേച്ചിയുടെ ഒരു വീഡിയോ കിട്ടി. സോ ആ ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് ഞാനൊരു 10-15 മിനിറ്റ് ഞാൻ കഷ്ടപ്പെട്ടു. കാരണം ഒന്നെങ്കിൽ അത് ഊരിപ്പോരും, അല്ലെങ്കിൽ പിന്നെ അത് മറ്റേ ടൈറ്റ് ആവൂല, അല്ലെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ കൈ കുഴയുമ്പോൾ അവസാനം ഇടയ്ക്ക് വെച്ചിട്ട് സ്റ്റെപ്പ് മിസ്സായിട്ട് അങ്ങനെ ഒരു പണി കിട്ടുന്ന ഒരു അവസ്ഥയാണ്. സോ അവസാനം ഞാനിപ്പോൾ ചെയ്തു. എനിക്ക് ചെയ്ത് വരുമ്പോൾ എനിക്ക് എന്തോ ഒരു പ്രതീക്ഷ ഉണ്ട്, ഇത് കറക്റ്റ് ആവുമെന്ന് തോന്നുള്ളൂ. കാരണം എപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ണടി നോക്കിയാലും ഉൾട്ടായിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടാവും. സോ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാനിങ്ങനെ തൊട്ട് ഞാൻ നോക്കും, കറക്റ്റായി. ലാസ്റ്റ് കുഴപ്പമില്ല, ലാസ്റ്റ് ഞാൻ മാനേജ് ചെയ്ത് കാരണം ലാസ്റ്റ് ഞാൻ ക്ലിപ്പ് ഇട്ടിട്ട് ക്ലിപ്പ് ഊരിപ്പോയി. അപ്പോൾ അവിടെ നിന്ന് ചിരി താഴോട്ട് പോയി. പക്ഷെ അതുവരെ ചെയ്തത് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടി. ഞാൻ സ്വപ്നത്തിൽ പോലും വെച്ചില്ല. ആ ചേച്ചീനെ വീഡിയോയിൽ പറയുന്നുണ്ട് ഇത് എളുപ്പമാണ്, ആകെ ഒരു സ്റ്റെപ്പ്. പക്ഷെ കമന്റ് സെക്ഷൻ മൊത്തം എന്നെ പോലെ തോറ്റുപോയവര്, ഈ കൈ അയച്ചിട്ട് പറ്റുന്നില്ല, എത്ര കഷ്ടപ്പെട്ട്, കാണുമ്പോൾ എളുപ്പമാണ് പക്ഷെ ചെയ്ത് വരുമ്പോൾ കൊളായ, അങ്ങനെയൊക്കെ പറഞ്ഞവര്. പക്ഷെ എനിക്ക് ഭയങ്കര ഹാപ്പി ആട്ടോ. ആ ഹാപ്പിനെസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എങ്ങനെയുണ്ട്? വിചാരിച്ച പോലെ ആയോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ, ഗ്ലെയറിങ് കളിക്കുന്ന കാര്യം. ഇങ്ങനെയാണ് ഒരു ലുക്ക് വന്നത്. ലാസ്റ്റ് അപ്പോൾ ഞാനൊരു ക്ലിപ്പ് ഇട്ട് ആ ക്ലിപ്പ് ഊരിപ്പോന്നു. സോ അത് ഊരിപ്പോന്നപ്പോൾ അത് ചെറുതായിട്ടൊന്ന് പണി കിട്ടിയപ്പോൾ അത് അങ്ങനെ ആയിപ്പോയി. പക്ഷേ അവിടം വരെ കറക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? ഞാൻ കണ്ണാടി വെച്ച് നോക്കുമ്പോൾ കറക്റ്റായിട്ടാണ് കിട്ടിയത്. സോ എൻ്റെ ഒരു വീഡിയോ ഞാനൊന്ന് ഈ വീഡിയോയുടെ എൻഡിൽ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നന്നായിരിക്കുമല്ലോ. അപ്പം എന്താ പറയുക, ഞാൻ സോ ഹാപ്പി. എന്നൊരു അച്ചീവ്മെൻറ്റ്. കാരണം ഇത്ര കൊല്ലമായിട്ട് പോലും എനിക്ക് പറ്റിയിട്ടില്ല. ഞാനിങ്ങനെ എനിക്ക് മടുത്ത, ഞാൻ വെച്ചത് എന്താ ആകെ കാണുമ്പോൾ ഭയങ്കര എളുപ്പ സമയത്ത് എന്താ ചെയ്യാൻ പറ്റാത്തെന്നുള്ളൊരു ഫ്രസ്ട്രേഷൻ എനിക്ക് എപ്പോൾ ഉണ്ടായിരുന്നു. ആൾക്കാരിങ്ങനെ ഫ്രഞ്ച് ബ്രെയ്ഡിൻ്റെ വീഡിയോ വരുമ്പോൾ തന്നെ കാര്യമില്ല, ഗുണമൊന്നുമില്ല എന്നുള്ളൊരു നിലപാടിൽ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ സിമ്പിളാട്ടോ, സത്യം പറഞ്ഞാൽ സിമ്പിളാണ്. നമുക്ക് ക്ഷമ കുറവ് കാരണമാണ് നമുക്കിത് കിട്ടാത്തത്. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് വീഡിയോയുടെ എൻഡിൽ ആ വീഡിയോ ഇതിൻ്റെ എൻഡിലൊരു വീഡിയോ ഞാൻ കൊടുക്കാട്ടോ. സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമല്ലോ, അല്ലേ? ഇതെനിക്ക് ചൂട്ടാവുന്നുണ്ടെന്നല്ല, കാരണം മുഖം ഇങ്ങനെ തുടച്ചിട്ടാണ്. മെലിഞ്ഞ തലക്കാർക്ക് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. എൻ്റെ മുഖം ഓടി അല്ലെങ്കിൽ പിന്നെ കുറച്ച് പഫ് ചെയ്ത് ഇവിടെ വെക്കേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു പക്ഷെ എനിക്കിഷ്ടമായി. ഒരു വെറൈറ്റിയിൽ എനിക്കെന്നെ കാണാൻ പറ്റില്ല എന്നുള്ള സന്തോഷമാണ് എനിക്കിപ്പോൾ. ഓക്കെ, സോ ഞാൻ ഒന്നുകൂടി വീഡിയോ ഇവിടെ നിന്ന് എടുക്കാമെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ കുറച്ച് ലൈറ്റ് അധികം ഉണ്ട്. സോ ഞാനിത് പഴിക്കാൻ പോവാട്ടോ. ഓക്കെ, സോ ദിസ് ഇസ് മൈ പൂച്ചവാല ഹെയർ. സോ ഇങ്ങനെയാട്ടോ. ഞാൻ എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഓക്കെ, കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു ക്രൗൺ ഏരിയയിൽ നിന്ന് കുറച്ച് ഹെയർ എടുക്കാം. ഓക്കെ, ഡെമോ ആട്ടോ. ഇതിൽ നിന്ന് കുറച്ച് ഹെയർ എടുക്കാം. എന്നിട്ടിത് എവിടെ നോക്കി കാണിച്ചിട്ടുണ്ടേ. എന്നിട്ട് ഇത് 3ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇത് ഒരെണ്ണം എടുക്കാണ്. ഇത് ഒരെണ്ണം, ഇത് 2, ഇത് 3. ഓക്കെ, സോ 3 ഉണ്ട് ഇപ്പോൾ. 1, 2, 3. ഓക്കെ, 3 ഇങ്ങനെ നോക്കി കാണില്ല. 3 ഉണ്ട്. ഇനി ഇത് എടുത്തിട്ട് നമ്മൾ ഈ 3 എടുത്തിട്ട് നോർമൽ ബ്രെയ്ഡിങ് ചെയ്യാം, സാധാ ബ്രെയ്ഡിങ് ചെയ്യാം ഇതെടുത്തിട്ട്. ഓക്കെ, വേറെ ഒന്നും ഇതിൽ കൊളാബറേഷൻ കൺഫ്യൂസിങ് ആയിട്ടൊന്നുമില്ല, സാധാ ബ്രെയ്ഡിങ്. ഓക്കെ, ചെയ്തു. എന്ത് പൊസിഷനിൽ വേണം നമുക്ക് ചെയ്യാം കേട്ടോ, എന്തായിട്ട് നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഒരു സാധാരണ ഒരു ബ്രീഡിംഗ് ആണ് ചെയ്തത്. അതായത് ഇന്ന പൊസിഷനിൽ കൊണ്ട് നിർത്തണമെന്നോ അങ്ങനെ ഒന്നുമില്ല.
നമുക്ക് ലാസ്റ്റ് ഒരു 2 ബ്രൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ അങ്ങനെ പിടിക്കാം. അങ്ങനെ ജസ്റ്റ് ഹെയർ പിടിക്കാം. അത് കഴിയുമ്പോൾ 3 എണ്ണം ഉണ്ട്. ഇനി ഇവിടെ നിന്ന് ഒരെണ്ണെടുത്തിട്ട് ഈ സൈഡിലേക്ക് പിടിക്കാം. ഓക്കെ, ഈ സൈഡിലേക്ക് നമ്മൾ ആഡ് ചെയ്തു. ഇത് നടുക്കത്തുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഇങ്ങനെ കൂട്ടിപ്പിടിക്കാം. ഇത് രണ്ടും കൂട്ടിപ്പിടിച്ചിരിക്കാം. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്ന് കൊടുത്തിട്ട് നമ്മൾ കൂട്ടിപ്പിടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇത് നടുക്കിലോട്ട് ആഡ് ചെയ്യാം. നോർമൽ ബ്രൈഡിങ് ചെയ്യാം. ഒരു സ്റ്റെപ്പ്. നോർമൽ ബ്രൈഡിങ് ചെയ്തു. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നുകൂടി ഈ സെയിം സാധനം റിപ്പീറ്റ് അടിച്ചു പോകുന്നതാ. റൈറ്റിൽ നിന്ന് ഒരെണ്ണം ആഡ് ചെയ്തു, ലെഫ്റ്റിൽ നിന്ന് ഒരെണ്ണം ആഡ് ചെയ്തു. ഇവിടെ കൊളായി. അത് ടൈറ്റാക്കി ചെയ്യണം കേട്ടോ നിങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടും സെൻട്രലിലേക്ക് വീണ്ടും കൊടുക്കാം. ഒരു പിടച്ചില്. ഓക്കെ, ടൈറ്റാക്കി പിടിക്കണം എന്നുള്ളത് മറക്കണ്ട. ടൈറ്റ്. വീണ്ടും റൈറ്റിൽ നിന്ന് ഹെയർ ജോയിൻ ചെയ്യാം. ലെഫ്റ്റിൽ നിന്ന് ഹെയർ എടുത്ത് ജോയിൻ ചെയ്യാം. എന്നിട്ട് വീണ്ടും നോർമൽ ബ്രൈഡിങ് ചെയ്യാം. നോർമൽ ബ്രൈഡിങ് കേട്ടോ, ഒന്നും നമ്മൾ ചെയ്യുന്നില്ല ഇവിടെ. ഓക്കെ, എക്സ്പോസ് മാറി കളിക്കാൻ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് കൂട്ടിപ്പിടിക്കാം. നോർമൽ ബ്രൈഡിങ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് കൂട്ടിപ്പിടിക്കാം. കഴിഞ്ഞു. പിന്നെ അവിടെ നിന്നിട്ട് നോർമൽ ബ്രൈഡ് ചെയ്തുകൊണ്ട് വരാം. അയ്യോ, എനിക്ക് ഇത്ര പേരെ പറ്റുന്നുള്ളൂ. ക്ലിപ്പ് എടുക്കുക. ഇത് എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ചെയ്തതേ. നോക്കിയേ, കറക്റ്റായിരുന്നു. ശരിയായോ അതോ കുളമായോ അറിയില്ല. ചട വന്നായിരുന്നു. ഞാൻ ചട നന്നായി ഈരിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. ഇപ്പം ഞാൻ ചട അങ്ങനെ ചെയ്യില്ല. ഞാൻ ഫസ്റ്റ് ചെയ്തതിലാട്ടെ കുറച്ച് പെർഫെക്ഷൻ ഉണ്ടായി. ഇത് അത്ര പെർഫെക്ഷൻ, കാരണം എനിക്ക് ഞാൻ അവിടെ ഇരുന്നിട്ടൊക്കെ ചെയ്തു. പിന്നെ നിന്നിട്ട് വീഡിയോ എടുക്കുന്നത്. സോ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഫസ്റ്റ് 3 എടുത്തിട്ട് പിൻ ചെയ്യാൻ പറഞ്ഞില്ല. അത് 2 പ്ലേറ്റ് ഇട്ടോ. അത് 2 പ്ലേറ്റിൽ നിങ്ങൾ നിർത്താം. അത് കഴിഞ്ഞിട്ട് പിന്നെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിൽ നിന്ന് കൂട്ടി പിടിക്കുക. പിന്നെ നടുക്കിയിട്ട് ഇങ്ങനെ ഇടാം. അത് കഴിഞ്ഞിട്ട് പിന്നെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിൽ നിന്ന് കൂട്ടിയിട്ട് നടുക്കിയിട്ട് നിന്ന് ഇടാം. ഇതാണ് സിമ്പിൾ സ്റ്റെപ്പ് വരുന്നത്. ഓക്കെ, സോ ഇതെനിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ പറഞ്ഞു വിടാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഫ്രഞ്ച് ബ്രൈഡ് ഒരിക്കലും ശരിയാവാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വേറെ ദിവസം വരാം. അതുവരെയും ടാറ്റാ.